മകരസംക്രമ ദിനമാണ് ശബരിമലയിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. ഭഗവത് ദർശനത്തിനും മകരസംക്രമത്തേക്കാൾ ഉത്തമമായ ദിവസമില്ലെന്നാണ് അയ്യപ്പ ഭക്തരുടെ വിശ്വാസം. സൂര്യൻ മകരരാശിയിലേക്ക് കടക്കുന്നതിനെയാണ് മകരസംക്രമം എന്ന് പറയുന്നത്. അതോടെ ദക്ഷിണായനം അവസാനിച്ച് ഉത്തരായനം തുടങ്ങുന്നു. ഉത്തരായനം ആരംഭിക്കാനിരിക്കുന്ന മകരസംക്രാന്തിയിൽ ദൃശ്യമാകുന്ന ഒരത്ഭുത പ്രതിഭാസമാണ് മകരജ്യോതിസ് അഥവാ മകരവിളക്ക്. പൊന്നമ്പലമെട്ടിൽ മകരസംക്രമത്തിൽ സ്വയം പ്രകാശിക്കുന്നതാണ് മകരജ്യോതിസെന്ന് വിശ്വാസികൾ കരുതുന്നു. മകരസംക്രമത്തിന് ശബരിമലയിൽ ദീപാരാധന നടത്തുമ്പോൾ പൊന്നമ്പലമെട്ടിൽ ഋഷിമാർ പൂജ നടത്തുമെന്നാണ് മറ്റൊരു വിശ്വാസം. മഹാവിഷ്ണുവിന് വൈകുണ്ഠം പോലെയും പരമശിവന് കൈലാസവും പോലെയാണ് ശ്രീ അയ്യപ്പന് പൊന്നമ്പലമേട്. ശബരിമലയുടെ അടുത്ത് പൊന്നമ്പലമേട് എന്നൊരു സ്ഥലമുണ്ട്. പക്ഷേ ആ സ്ഥലം മകരജ്യോതിസ് കാണുന്ന മലയുടെ ദിശയിലല്ല. യഥാർത്ഥത്തിൽ ശബരിമല ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്താണ് പൊന്നമ്പലമേട്. മകരജ്യോതിസ് ജ്യോതിശാസ്ത്രപരമായ ഒരു അത്ഭുത പ്രതിഭാസമാണെന്ന് പറയുന്നു. ജ്യോതിസ് ചക്രത്തിൽ നിന്ന് നിർഗമിക്കുന്നതാണ് ഈ പ്രകാശമെന്ന് പറയുന്നവരുണ്ട്. സൂര്യന് ചുറ്റുമുള്ള മേഘപാളികളിലെ ഇലക്ട്രോൺസിലും ഉൽക്കകളുടെ സംഘർഷത്താലുമുണ്ടാകുന്ന ധൂളികളിലും സൂര്യരശ്മി വികിരണം ചെയ്തുണ്ടാകുന്നതാണ് ഈ പ്രതിഭാസമെന്ന് ചില ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ദീപാരാധനാവേളയിൽ ശരണം വിളികൾ മുഴങ്ങുമ്പോൾ അകലെ ചക്രവാള സീമകളിൽ ദൃശ്യമാകുന്ന മകരജ്യോതിസ് ദർശിച്ച് ആനന്ദാനുഭൂതിയിൽ ആറാടുക ജീവിത സാഫല്യം തന്നെ.